കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ക്ഷേത്രമാണ് പെർളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം. പഴനിമലയിലേതുപോലെ പടിഞ്ഞാറ് ദർശനമുള്ള ഈ ക്ഷേത്രം നാഗാരാധനയ്ക്ക് പ്രസിദ്ധമാണ്. ത്രേതായുഗത്തിനു മുമ്പ് ഇവിടം അയ്യപ്പൻ കാവായിരുന്നു എന്ന് ഐതിഹ്യം. ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെ: ഒരിക്കൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓംകാരത്തിൻ്റെ പൊരുൾ ചോദിച്ചു. എന്നാൽ ബ്രഹ്മാവിന് അതിൻ്റെ അർത്ഥം യഥാവിധി പറയാൻ കഴിഞ്ഞില്ല. തുടർന്ന് കോപിഷ്ഠനായ സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടവിലാക്കി. പിന്നീട് പരമശിവന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യൻ മോചിപ്പിച്ചു. പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ അയ്യപ്പൻകാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ഏകാന്തവാസം നയിച്ചു. മഴയും വെയിലും കൊള്ളാതിരിക്കാൻ മറ്റു സർപ്പങ്ങൾ ഭണമുയർത്തി കുടപിടിച്ചു. തുടർന്ന് വനവാസക്കാലത്ത് ശ്രീരാമൻ ഇവിടെ എത്തുകയും അയ്യപ്പൻകാവിൽ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെട്ടു. തുടർന്ന് അയ്യപ്പനുമായി ആശയവിനിമയം നടത്തി പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യനും ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്തായി അയ്യപ്പനും സ്ഥാനം നിശ്ചയിച്ചു. സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് ശില കൊണ്ടുവരാൻ ഹനുമാനെ ചുമതലപ്പെടുത്തി. എന്നാൽ പ്രതിഷ്ഠാ സമയത്ത് ഹനുമാൻ എത്തിച്ചേർന്നില്ല. മുഹൂർത്തം തെറ്റാതിരിക്കാൻ ശ്രീരാമന്റെ കയ്യിലെ പെരുവള ഊരി ബിംബത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അപ്പോഴേക്കും ഹനുമാൻ ശിലയുമായി എത്തുകയും ശ്രീരാമൻ വളയുടെ മുകളിൽ ബിംബത്തെ പ്രതിഷ്ഠിക്കുവാൻ നോക്കുകയും ഹനുമാൻ വളയെടുത്തതിന് ശേഷം പ്രതിഷ്ഠിക്കാൻ ശ്രീരാമനോട് പറയുകയും ഹനുമാൻ വളയെടുക്കാൻ ശ്രമിച്ചപ്പോൾ വള ഇളകാതെ ഒരു സർപ്പം വന്ന് ബണമുയർത്തി അരുത് എന്ന് കാണിക്കുകയും ചെയ്തു. തുടർന്ന് വളയിൽ സുബ്രഹ്മണ്യ സാന്നിധ്യം കാണുകയും പ്രതിഷ്ഠ കഴിഞ്ഞു എന്ന് ശ്രീരാമൻ അരുളുകയും ചെയ്തു. പെരുവള ഊരി പ്രതിഷ്ഠിച്ചതിനാൽ ഇവിടം പെരുവളശ്ശേരി എന്നറിയപ്പെട്ടു. പിന്നീട് പെരളശ്ശേരി എന്നറിയപ്പെടുകയുണ്ടായി. ഹനുമാൻ കൊണ്ടുവന്ന ശില മർക്കടശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും പിന്നീട് ഇത് മക്രേരി എന്നറിയപ്പെടുകയും ചെയ്തു. പെർളശ്ശേരി ദർശനം പൂർത്തിയാകണമെങ്കിൽ മക്രേരിയിലും ദർശനം നടത്തണം എന്നാണ് ഐതിഹ്യം. സുബ്രഹ്മണ്യന് പുറമെ ഗണപതി, ശാസ്താവ്, ഭദ്രകാളി എന്നീ ഉപദേവതകളും നാഗങ്ങൾക്കിവിടെ പ്രാധാന്യമായതിനാൽ സർപ്പബലി, നൂറും പാലും തുടങ്ങിയ വഴിപാടുകളുമുണ്ട്. ധനുമാസം 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് ഇവിടുത്തെ ഉത്സവം. കൂടാതെ സ്കന്ദഷഷ്ഠിയും തുലാസംക്രമവും ആചരിക്കുന്നു. തെക്ക് വശത്തായി പ്രസിദ്ധമായ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. മനോഹരമായി വെട്ടുകല്ലുകളാൽ പടികളോടുകൂടിയതാണ് ഈ ക്ഷേത്രക്കുളം. ഉത്തരേന്ത്യയിലെ കിണറുകളുടെ മാതൃകയിലാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. മലബാർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8 മണി വരെയുമാണ് പ്രവർത്തന സമയം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.